ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇക്കഴിഞ്ഞ IPL കിരീടമുയർത്തിയത് വിരാട് കോഹ്ലിയുടെ RCB ആണെങ്കിൽ പോലും സീസണിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത് കാണികളെ ഹരം കൊള്ളിച്ചത് മറ്റാരുമല്ല പഞ്ചാബ് കിങ്സ് തന്നെയാണ്. നമുക്കറിയാം 11 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് IPL പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ 14 വർഷങ്ങൾക്ക് ശേഷം 2014 ശേഷം IPLൻ്റെ കലാശപ്പോരാട്ടത്തിൽ രണ്ടാം തവണയാണ് IPLൻ്റെ ഫൈനലിലേക്ക് പഞ്ചാബ് എത്തപ്പെട്ടതും. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം സീസൺ തന്നെയായിരുന്നു PBKസിനെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ് പോയത്. ഫൈനലിൽ 6 റൺസ് മാത്രമേ കിരീട പോരാട്ടത്തിൽ വീണെങ്കിൽ പോലും സീസൺ ഉടനീളം ഒരുപാട് മികച്ച മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് തന്നെയാണ് PBKs അങ്ങനെ ഈ ഒരു സീസൺ അവസാനിപ്പിച്ചത്. അവിടെയും തീരുന്നില്ല, അടുത്ത സീസൺ കിരീടമുയർത്തുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ക്യാപ്റ്റനും പഞ്ചാബിലെ ടീം അംഗങ്ങളും അടക്കം അതിനുശേഷമുള്ള പ്രസ് മീറ്റിലടക്കം പ്രഖ്യാപിച്ചത്. സോ അടുത്ത സീസൺ അത് പഞ്ചാബിന് നമുക്കൊരു കിരീടത്തിൽ കുറഞ്ഞൊന്നും അല്ലെങ്കിൽ PBKs ലക്ഷ്യം വയ്ക്കുന്നില്ല. ഈ സീസണിൽ നമുക്കറിയാം ടേബിൾ ടോപ്പേഴ്സ് ആയിരുന്നു PBKs. 14 മത്സരങ്ങളിൽ 9 വിജയവും 4 പരാജയവും 1 നോൺ റിസൾട്ടും ഉൾപ്പെടെ 19 പോയിൻറ്റുമായി മികച്ച നെറ്റ് റൺ റേറ്റിൽ സീസണിൽ ടേബിൾ ടോപ്പേഴ്സ് ആയിരുന്നു PBKs. കലാശ പോരാട്ടത്തിൽ 6 റൺസ് മാത്രം അകലെയായിരുന്നു RCBയോട് പഞ്ചാബ് പരാജയപ്പെട്ടത്. പക്ഷേ എന്നിരുന്നാലും നിരാശാജനകമായ പ്രകടനമൊന്നും ആയിരുന്നില്ല PBKs ഒരു സീസൺ ഉടനീളം കാഴ്ചവെച്ചത്. സീസണിൽ PBKസിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ റൺസ് അടിച്ചത് കൂട്ടിയത് മറ്റാരുമില്ല, അവരുടെ ക്യാപ്റ്റൻ, അവരുടെ ലീഡർ ശ്രേയസ് അയ്യർ തന്നെയാണ്. 604 റൺസാണ് താരം ഇത്തവണ നേടിയത്. കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഹർഷ്ദീപ് സിംഗാണ്. 21 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത്. ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറയുന്നത് ചെന്നൈക്കെതിരെ 42 പന്തിൽ പുറത്താവാതെ 103 റൺസ് നേടി യുവതാരം പ്രിയാൻ ഷാരിയുടെ ബാറ്റിംഗ് ഇന്നിങ്സ് തന്നെയാണ്. മികച്ച ബോളിംഗ് പ്രകടനം KKR-നെതിരെ 28 റൺസ് തുടങ്ങി 4 വിക്കറ്റ് നേടിയ ചഹലിൻ്റെ ബോളിംഗ് പ്രകടനമാണ്. അതുപോലെ മികച്ച എക്കോണമിയിൽ ഈ ഒരു സീസണിൽ PBKസിന് വേണ്ടി പന്തെറിഞ്ഞത് അത് ഹർപ്രീത് ബ്രാറാണ്. 8.6 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോളിംഗ് എക്കോണമി. ഇനി ഈ സീസണിൽ PBKസിൻ്റെ ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നിന്ന് നേടിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയ 245 റൺസാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്ലേ ഓഫിന് യോഗ്യത നേടിയെങ്കിലും ഒന്നാം ക്വാളിഫയറിൽ RCBയോട് പരാജയപ്പെടുകയും പിന്നീട് രണ്ടാം ക്വാളിഫയറിൽ മുംബൈയെ വീഴ്ത്തിയാണ് PBKs അങ്ങനെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കിയത്. കലാശ പോരാട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു. പക്ഷേ 6 റൺസ് മാത്രമേ കിരീടത്തിൽ നിന്നും കണ്ടെടുക്കാനായിരുന്നു പഞ്ചാബിൻ്റെ വിധി. അടുത്ത സീസണിൽ ഒരുപാട് മാറ്റങ്ങൾക്കൊന്നും PBKs തുനിഞ്ഞേക്കില്ല. വളരെ മികച്ച സ്കോഡ് ഇത്തവണ PBKസിനുണ്ട്. സോ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് ആക്കാനായിരിക്കും റിക്കി പോണ്ടിങ്ങിൻ്റെ സംഘം ശ്രമിക്കാൻ പോകുന്നതും. സോ പഞ്ചാബ് അടുത്ത സീസണിൽ നിലനിർത്താൻ സാധ്യതയുള്ള ഒരു 8 താരങ്ങളുടെ ലിസ്റ്റ് നോക്കാം. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ പഞ്ചാബ് കൈവിട്ട് കളയില്ല. KKR കാണിച്ച മണ്ടത്തരമൊന്നും പഞ്ചാബ് എന്തായാലും പുറത്തെടുക്കില്ല. കാരണം കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനെ കളഞ്ഞാണ് ഈ സീസണിൽ ദയനീയ പ്രകടനവുമായി KKR സീസൺ അവസാനിപ്പിച്ചത്. സോ അതെന്തായാലും പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു ഡബിൾ ഹാപ്പി തന്നെയാണ്. കാരണം പുതിയൊരു ക്യാപ്റ്റനെ കിട്ടി, അതൊരു വളരെ മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു സീസണിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായും അതോടൊപ്പം ഒരു മികച്ച ബാറ്ററായും പഞ്ചാബിന് വേണ്ടി കാഴ്ചവെച്ചത്. ബാറ്റിംഗ് ഓർഡറും അതുപോലെ തന്നെ പഞ്ചാബ് നിലനിർത്താൻ സാധ്യതയുണ്ട്. ഓപ്പണിങ്ങിൽ യുവതാരങ്ങളായിട്ടുള്ള പ്രിയാൻ ഷാരിയുടെയും പ്രഭ്സിമ്രൻ്റെയും ഇന്നിങ്സുകൾ വളരെ മികച്ച ഒരു കോംബോ തന്നെയായിരുന്നു ഈ ഒരു സീസണിൽ പഞ്ചാബിന് ലഭിച്ചത്. സോ പ്രിയാൻ ഷാരി, പ്രഭ്സിമ്രൻ സിംഗ് അടക്കുന്ന ഓപ്പണിംഗ് കോംബോ അതുപോലെ തന്നെ പഞ്ചാബ് മെയിൻറ്റെയിൻ ചെയ്യും. ഒപ്പം 1 ഡൗണായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എത്തുമ്പോൾ ടോപ്പ് 3യിൽ വളരെ മികച്ച പ്രകടനം അല്ലെങ്കിൽ വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് പഞ്ചാബിന് കിട്ടും. പിന്നെ ഓസ്ട്രേലിയൻ താരം ജോഷ് ഇംഗ്ലിസ് ഈ ഒരു സീസണിൽ ലഭിച്ച അവസരങ്ങളിലൊക്കെ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് ജോഷ് ഇംഗ്ലിസ്. എസ്പെഷ്യലി പ്ലേ ഓഫ് അടക്കമുള്ള പോരാട്ടങ്ങൾ, പ്ലേ ഓഫ് എലിമിനേറ്റർ അടക്കമുള്ള പോരാട്ടങ്ങൾ വളരെ മികച്ച ഇന്നിങ്സുകളുമായി പഞ്ചാബിൻ്റെ ആ ഒരു ബാറ്റിങ്ങിന് അടിത്തറ പാകിയ താരം തന്നെയാണ് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോഷ് ഇംഗ്ലിസ്. സോ ജോഷ് ഇംഗ്ലിസിനെയും പഞ്ചാബ് കൈവിട്ട് കളയില്ല. അതോടൊപ്പം തന്നെ ശശാങ്ക് സിംഗിനെയും പഞ്ചാബ് ബാറ്റിങ്ങിൽ നിലനിർത്തിയേക്കും. സോ ബാറ്റിംഗ് ഓർഡറിൽ ഈ 5 താരങ്ങളെ പഞ്ചാബ് കൈവിട്ട് കളയില്ല. ഓപ്പണിങ്ങിൽ പ്രഭ്സിമ്രനും പ്രിയാൻഷും, 1 ഡൗണായി ജോഷ് ഇംഗ്ലിസ്, 4ാം നമ്പറിലായിരിക്കും ശ്രേയസ് അയ്യർ ബാറ്റിങ്ങിലെത്തുക. സോ 5ാമനെ ശശാങ്ക് സിംഗ്. സോ ഈ ഒരു ടോപ്പ് 5 ബാറ്റിംഗ് ലൈനപ്പ് അതുപോലെ തന്നെ പഞ്ചാബ് മെയിൻറ്റെയിൻ ചെയ്യും. ബോളിങ്ങിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ PBKs വരുത്തിയേക്കും. പ്രധാനമായും ഹർഷ്ദീപ് സിംഗിനെയും മാർക്കോ ജാൻസനെയും ആയിരിക്കും പേസ് ബോളേഴ്സായിട്ട് പഞ്ചാബ് റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സ്പിൻ ബോളറായിട്ട് യുസ്വേന്ദ്ര ചഹലിനെയും PBKs റീറ്റെയിൻ ചെയ്യും. പിന്നെ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞ കാര്യമുണ്ട്, കാരണം ഇതുവരെ മിനി ഓപ്ഷൻ്റെ ആ ഒരു റൂൾസ് അല്ലെങ്കിൽ എത്ര താരങ്ങൾ റീറ്റെയിൻ ചെയ്യാമെന്നൊരു റൂൾ ഇതുവരെ വന്നിട്ടില്ല. നോർമലി ഉള്ള മുൻപ് നടന്ന മിനി ഓപ്ഷൻസിലൊക്കെ മാക്സിമം ഒരു 6-7 പ്ലെയേഴ്സിനൊക്കെയായിരുന്നു റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. സോ ഇത്തവണ മെഗാ ഓപ്ഷനിൽ തന്നെ 6 പ്ലെയേഴ്സിനെ ലഭിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിനി ഓപ്ഷനിൽ 8 താരങ്ങളെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ അതിനാൽ തന്നെ എല്ലാ ടീമുകളും ഒരു റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു 8 താരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഈ ഒരു നമ്പറിൽ മാറ്റങ്ങൾ വന്നേക്കാം.
സോ എന്നിരുന്നാലും റീറ്റെയിൻ ചെയ്യാൻ ഉറപ്പുള്ള ഒരു 8 താരങ്ങളെയാണ് ഓരോ ടീമിൻ്റെയും നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സോ പഞ്ചാബിൻ്റെ ഒരു ടോപ്പ് 8 റിട്ടൻഷൻ ലിസ്റ്റ് ഇത് തന്നെയായിരിക്കും. ബാറ്റിംഗ് ഓർഡറിൽ ശ്രേയസ്, പ്രിയാൻ ഷൈര, പ്രൊഫസർ ശശാങ്ക് സിംഗ്, ജോഷ് ഇംഗ്ലിസ്, പിന്നെ ചഹൽ, അർഷ്ദീപ്, മാർക്കോ ജാൻസൺ. പിന്നെ പഞ്ചാബ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അടുത്ത വർഷം വരുത്താൻ ചാൻസ് ഉള്ളത് പ്രധാനമായും ബോളിങ്ങിൽ വലിയ മാറ്റങ്ങൾ തന്നെ പഞ്ചാബ് നോട്ടം വെച്ചേക്കും. കാരണം ഈ ഒരു സീസണിൽ അത്ര മികച്ച ബോളിംഗ് ആയിരുന്നു PBKസിനെന്ന് എനിക്ക് നോർമലി തോന്നുന്നില്ല. കാരണം വളരെ എക്സ്പെൻസീവായിട്ടുള്ള ബോളേഴ്സ് തന്നെയായിരുന്നു ഇത്തവണ പഞ്ചാബിനുള്ളത്. ഇപ്പോൾ അസ്മത്ത് ഒമർസ് ആകട്ടെ, വിജയകുമാർ വൈശാഖ് ആകട്ടെ, അങ്ങനെ എക്സ്പെൻസീവ് വളരെ അല്പം എക്കണോമിക്കലായിട്ടുള്ള ബോളേഴ്സ് തന്നെയായിരുന്നു PBKസിന് ഇത്തവണ പേസ് ബോളിങ്ങിനടക്കമുണ്ട്. സോ ബോളിങ്ങിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് പഞ്ചാബ് നോട്ടം വെച്ചേക്കും. സോ ഇതൊക്കെയായിരിക്കും PBKസിന് അടുത്ത സീസണിലേക്കുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.